ധാത്രി 1882 ഒരു നമ്പൂതിരി ഇല്ലത്ത് ജനിച്ച കുറിയിടത്ത് ധാത്രി എങ്ങനെയാണ് സ്മാർത്ഥ വിചാരത്തിന് ഇരയായത്? കഥ ഇങ്ങനെയാണ്. കുറിയിടത്ത് ധാത്രി ആവുന്നതിന് മുന്നേ കൽപ്പകശ്ശേരി ഇല്ലത്തിലാണ് ജനിച്ചത്. അവിടെ നിന്ന് ഒരു 10-12 വയസ്സായപ്പോൾ സംഗീതം പഠിക്കുവാനായി അവളെ കുറിയിടത്ത് ഇല്ലത്തേക്ക് കൊണ്ടുവരികയാണ് അവളുടെ അമ്മ വീട്ടിൽ. അവിടെ 12 വയസ്സുള്ള കുറിയിടത്ത് ധാത്രിക്കുട്ടി മൂസ നമ്പൂതിരിയുടെ കീഴിൽ സംഗീതം പഠിക്കുകയാണ്. എന്നാൽ അവിടെ നിന്നാണ് അവളുടെ ജീവിതം മാറി മറിയുന്നത്. കേവലം 12 വയസ്സുള്ളപ്പോൾ തന്നെ അവളെ മൂസ നമ്പൂതിരി പീഡിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവൾ പീഡനത്തിന് ഇരയാവുകയാണ്. അതിനുശേഷം പല ആളുകളാൽ അവൾ പീഡിപ്പിക്കപ്പെടുകയാണ്. ഒടുവിൽ 12 വയസ്സിൽ അവളെ 60 വയസ്സിനും മേലെ പ്രായമുള്ള, അല്ലെങ്കിൽ അവളുടെ അച്ഛനേക്കാൾ പ്രായമുള്ള രാമൻ നമ്പൂതിരി എന്ന ഒരു ആളെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുകയാണ്. വിവാഹത്തിൻ്റെ ആദ്യ രാത്രി തൻ്റെ മണിയറയിൽ രാമൻ നമ്പൂതിരിയെ പ്രതീക്ഷിച്ച് പേടിയോടെ ഇരുന്ന ധാത്രിക്കുട്ടിയുടെ മുറിയിലേക്ക് വരുന്നത് മൂസ നമ്പൂതിരിയാണ്, രാമൻ നമ്പൂതിരിയുടെ ജ്യേഷ്ഠൻ. അതായത് ധാത്രിക്കുട്ടിയെ ആദ്യമായി അക്രമത്തിന് ഇരയാക്കിയ മൂസ നമ്പൂതിരിയാണ് തൻ്റെ മുറിയിലേക്ക് കടന്നു വരുന്നത്. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് ധാത്രിക്കുട്ടിക്ക് പല പീഡനങ്ങൾക്ക് ഇരയാവേണ്ടി വന്നു. ബ്രാഹ്മണ സമൂഹത്തിലൊരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ബ്രാഹ്മണന് വേശ്യയായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പത്നിമാർ വേലി കഴിക്കാനുള്ള അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ പല വേശ്യകളുമായിട്ടും ഇവർക്ക് സംഭോഗത്തിന് അധികാരമുണ്ട്. അങ്ങനെ വേശ്യയുമായി സംഭോഗത്തിന് ശേഷം വന്നു കയറുന്ന ബ്രാഹ്മണനെ 2 കൈ നീട്ടി അല്ലെങ്കിൽ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ് പതിവ്രതയായ ഭാര്യ ചെയ്യേണ്ടത്. അങ്ങനെ ധാത്രിക്കുട്ടിയുടെ ഭർത്താവായ ഈ രാമൻ നമ്പൂതിരി പല വേശ്യകളായിട്ടും ഇടപഴകിയതിനെ തുടർന്ന് ധാത്രിക്കുട്ടിക്ക് ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി. അങ്ങനെ ധാത്രിക്കുട്ടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇല്ലത്തിൽ നിന്ന് തൻ്റെ ഒരു ദാസിയുടെ കൂടെ ധാത്രിക്കുട്ടി ഇറങ്ങുകയാണ്. അവളുടെ മുന്നിൽ 2 ചോയ്സാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തേത് ഈ സിസ്റ്റത്തിനെതിരായിട്ട് തനിക്ക് പകയുള്ളവരെയൊക്കെ അല്ലെങ്കിൽ പക വീട്ടാനൊരവസരം. രണ്ടാമത്തേത് ഒരു സാധാരണ സ്ത്രീയായി ആരും അറിയപ്പെടാതെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കഴിയുക എന്നുള്ളത്. ധാത്രിക്കുട്ടിയുടെ ചോയ്സ് ഒന്നാമത്തേതായിരുന്നു. തന്നെ ഈ സിസ്റ്റത്തിന് എതിരാക്കിയ അല്ലെങ്കിൽ ബലിയാടാക്കിയ ആ സമൂഹത്തിനെതിരെ, നമ്പൂതിരി സമൂഹത്തിനെതിരെ പ്രതികരിക്കാനായിരുന്നു ധാത്രിക്കുട്ടിയുടെ തീരുമാനം. അങ്ങനെ അവൾ സ്വയം ഒരു വേശ്യയായി മാറുകയാണ്. സമൂഹത്തിലെ പല ആളുകളും അവളുടെ പക്കൽ വന്നുപോയി. പല ആളുകളും എന്ന് പറഞ്ഞാൽ പല ആളുകൾ തന്നെയാണ്. പല പൊസിഷനിലുള്ള ആളുകൾ, പല അധികാരപരിധികളിലുള്ള ആളുകൾ, നമ്പൂതിരികൾ, അങ്ങനെ തുടങ്ങി ജാതി മതഭേദമന്യേ പലരും. അങ്ങനെ ഒരിക്കൽ തൻ്റെ മുറിയിൽ തൻ്റെ കസ്റ്റമറെ കാത്തിരുന്ന ധാത്രിക്കുട്ടിയുടെ അടുത്തേക്ക് വരുന്നത് തൻ്റെ ഭർത്താവായിരുന്ന രാമൻ നമ്പൂതിരിയാണ്. മുറിയിലേക്ക് വന്ന രാമൻ നമ്പൂതിരി ധാത്രിക്കുട്ടിയെ കണ്ട് ഭയക്കുകയാണ്. അയാളിലെ ആ ഒരു പുരുഷത്വം, അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ഭാര്യ വേശ്യയായി ഇരിക്കുന്നത് കണ്ട രാമൻ നമ്പൂതിരി പകച്ചുപോയി. രാമൻ നമ്പൂതിരി സഭയിൽ ഈ കാര്യം അറിയിക്കുകയാണ്. ഒരു വേശ്യയുണ്ട്, അവൾ നാട് മുടിപ്പിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ ഈ വാർത്ത കൊച്ചി രാജാവിൻ്റെ അടുത്തെത്തുകയും കൊച്ചി രാജാവ് സ്മാർത്ഥ വിചാരത്തിന് ഉത്തരവിടുകയും ചെയ്യുകയാണ്. അങ്ങനെ ധാത്രിക്കുട്ടിയെ സ്മാർത്ഥ വിചാരം ചെയ്യാനായി ഒരു മനയിൽ കൊണ്ട് താമസിപ്പിക്കുകയാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ, അതാണ് സ്മാർത്ഥ വിചാരത്തിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു 5-6 നമ്പൂതിരിമാർ ഇല്ലത്തിൻ്റെ അടുത്ത് വന്ന് താമസിക്കുകയും അവർ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്നു ധാത്രിക്കുട്ടീനെ. നമ്മൾ പരിണയം സിനിമയിൽ ഇതേ ഒരു രംഗം നമ്മളെല്ലാവരും കണ്ടു പഴകിയതാണ്. അങ്ങനെ ഈ നമ്പൂതിരിമാർ വന്ന് ധാത്രിക്കുട്ടിയോട് നേരിട്ട് ചോദിക്കാനാവില്ല. ദാസി വഴിയാണ് നമ്പൂതിരിമാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദാസിയോട് വിളിച്ച് ചോദിക്കുന്നു, ധാത്രിക്കുട്ടി ഇന്ന ആളുടെ കൂടെ കിടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ആളുടെ കൂടെ നീ ഇടപഴകിയിട്ടുണ്ടോ? ഈ വക ചോദ്യങ്ങളെല്ലാം ദാസി മുഖേന ധാത്രിക്കുട്ടിയെ അറിയിക്കുകയാണ്. അങ്ങനെ ധാത്രിക്കുട്ടി പറഞ്ഞ പേരുകളിൽ 65ഓളം ആളുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ നമ്പൂതിരികളെ ഇതൊന്നും ഇവർക്ക് വിശ്വസിക്കാനായില്ല. 65ഓളം പേരുകൾ, എന്നാൽ ഒരു തെളിവുമില്ല. അങ്ങനെ ഇവർ തെളിവിനായി ധാത്രിക്കുട്ടിയോട് ചോദിക്കുകയാണ്. അങ്ങനെ ധാത്രിക്കുട്ടി കാണിക്കുന്നൊരു തെളിവാണ് ഒരു മുദ്രമോതിരം, രാജാവിൻ്റെ മുദ്രമോതിരം. ആ ഒരു മോതിരം അല്ലെങ്കിൽ ആ ഒരു തെളിവ് കണ്ടതോടുകൂടി നമ്പൂതിരി സമൂഹം മൊത്തം കിടുങ്ങുകയാണ്. കാരണം അത് കൊച്ചി രാജാവിന് മാത്രം അധികാരമുള്ളൊരു മുദ്രമോതിരമാണ്. അങ്ങനെ സ്വാർത്ഥം വിചാരം അവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി തന്നെ സ്മാർത്ഥ വിചാരം ഒരു തവണയെ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി 2ാമത്തെ ഒരു തവണ കൂടി സ്മാർത്ഥ വിചാരം ധാത്രിക്കുട്ടിക്കെതിരെ നടത്തുകയാണ്. എന്നാൽ ആ സ്മാർത്ഥ വിചാരത്തിലെ പേരുകളിൽ നമ്മൾ കാണുന്നത് പിന്നീട് ഒരുപാട് പേരുടെ പേരുകൾ വെട്ടിമാറ്റുകയാണ്. അതിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കൊച്ചി രാജാവോ അല്ലെങ്കിൽ തലമൂത്ത ഏതെങ്കിലും നമ്പൂതിരിമാരോ ഉണ്ടായി കാണണം. അങ്ങനെ ധാത്രിക്കുട്ടിയെ സ്മാർത്ഥ വിചാരത്തിൻ്റെ അവസാനം
നാടുകടത്തുകയാണ്. ചാലക്കുടി പുഴയ്ക്ക് തീരത്തുള്ള ഒരു വീട്ടിൽ കൊണ്ടുവന്ന് താത്തക്കുട്ടിയെ പാർപ്പിക്കുകയാണ്. അതാണ് ചരിത്രം. ഈ പറഞ്ഞ കഥയും ഇതൊരു കഥയല്ല, മിത്തല്ല, ഇത് ചരിത്രമാണ്, റെക്കോർഡ് ചെയ്യപ്പെട്ടുള്ള സംഭവങ്ങളാണ്. ഇതാണ് താത്രക്കുട്ടിയുടെ സ്മാർത്ത വിചാരം.